ഹൈറോഡ് നമുക്ക് ഇന്ന് ബ്രിക്ക് ആൻഡ് ബ്രിക്ക് മേസൺ എന്താണ് നോക്കാം. അപ്പോൾ ബ്രിക്കിനെ കുറിച്ച് നമുക്ക് PSC എക്സാം ആണെന്നുണ്ടെങ്കിലും നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ബ്രിക്ക് എന്ന് പറയുന്നത്. ബ്രിക്ക് മേസൺറി, ബ്രിക്കിന്റെ കോൺസ്റ്റിറ്റ്യൂൻസ്, ബ്രിക്ക് ബോൺസ്, പിന്നെ ബ്രിക്കിന്റെ സ്റ്റാൻഡേർഡ് സൈസ്, മോഡുലാർ സൈസ്, അങ്ങനെ ബ്രിക്ക് മേസൺറിയെ കുറിച്ചും ഒരുപാട് ക്വസ്റ്റ്യൻസ് റെപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്രിക്ക് ആൻഡ് ബ്രിക്ക് മേസൺറി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ബ്രിക്കിന് ഒരു ഡെഫിനേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, brick is a building unit which is in the form of rectangular block in which length to breadth ratio is 2 but height can be different. അപ്പോൾ rectangular building block ആണ് brick എന്ന് പറയുന്നത്, ബിൽഡിംഗ് യൂണിറ്റ് ആണ്. അതിന്റെ ലെങ്ത് ടു ബ്രെഡ്ത്ത് റേഷ്യോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ആയിരിക്കും. ഹൈറ്റ് ഡിഫറെന്റ് ഹൈറ്റിൽ നമുക്കുണ്ട്. ഇനി നമുക്ക് ട്രഡീഷണൽ ബ്രിക്കിന്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23 × 11.4 × 7.6 സെന്റിമീറ്റർ. മോഡുലാർ ബ്രിക്ക് ആണെന്നുണ്ടെങ്കിലോ 90 × 9 × 9 സെന്റിമീറ്റർ. നമുക്ക് ക്വസ്റ്റിനകത്ത് ചോദിക്കുകയും ചിലപ്പോൾ സൈസ് ഓഫ് ട്രഡീഷണൽ ബ്രിക്ക് എന്നാണ് ചോദിക്കുന്നതിൽ ആൻസർ എന്തായിരിക്കും 23 × 11.4 × 7.6 സെന്റിമീറ്റർ. സൈസ് ഓഫ് നമ്മുടെ മോഡുലാർ ബ്രിക്ക് ആണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 90 × 9 × 9 സെന്റിമീറ്റർ. അപ്പോൾ ക്വസ്റ്റിനകത്ത് നമ്മൾ ആ ടൈം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ബ്രിക്കിന്റെ കോൺസ്റ്റിറ്റ്യൂൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്രിക്ക് കോൺസ്റ്റിറ്റ്യൂൻസ് എന്ന് പറയുന്നത് ബ്രിക്കിനകത്ത് അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ, അത് സിലിക്ക, അലുമിന, ലൈം, ഓക്സൈഡ് ഓഫ് അയൺ, മഗ്നീഷ്യം. അപ്പോൾ ബ്രിക്കിന്റെ കോൺസ്റ്റിറ്റ്യൂൻസ് നമ്മൾ പറഞ്ഞു, സിലിക്ക, അലുമിന, ഓക്സൈഡ്സ് ഓഫ് അയൺ, മഗ്നീഷ്യം എന്നിവയാണ്. ലൈം. അപ്പോൾ നമുക്ക് സിലിക്കയുടെ പെർസെൻറ്റേജ് 50 to 60% ആയിരിക്കും. സിലിക്കയുടെ പെർസെൻറ്റേജ്. അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയന്റ് ഓഫ് എന്താ പറയുക ബ്രിക്ക് എന്ന് പറയുന്നത് സിലിക്ക ആയിരിക്കും. സിലിക്കയുടെ പെർസെൻറ്റേജ് ആണ് 50 to 60%. പിന്നെ സിലിക്കയുടെ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ പ്രിവെന്റ് ബ്രിക്ക് ഫ്രം ഷ്രിങ്കേജ്, ക്രാക്കിംഗ് ആൻഡ് വാർപ്പിംഗ്. അപ്പോൾ ബ്രിക്ക് ഷ്രിങ്ക് ചെയ്യാതെ, അതിൽ ക്രാക്സ് വീഴാതെ അല്ലെങ്കിൽ വാർപ്പ് ചെയ്ത് പോകാതൊക്കെ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിനാണ് നമുക്കത് സിലിക്ക ഫംഗ്ഷൻ ഉള്ളതെന്നാണ്. ഇനി നമുക്ക് ഇഫക്റ്റ് ഓഫ് എക്സസ് ആണ് 50 to 60% ആണ് മേജർ ഇൻഗ്രീഡിയന്റ് ആണ്. പക്ഷെ അത് പിന്നെയും കൂടി പോയാലും എക്സസ് ആയി കഴിഞ്ഞാൽ മേക്സ് ബ്രിട്ടിൽ ആൻഡ് യൂസ്ലെസ്. അതായത് ബ്രിക്കിനെ അത് ബ്രിട്ടിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന തരത്തിൽ അല്ലെങ്കിൽ യൂസ്ലെസ് ആക്കി തരും. ഇനി അടുത്ത ഇൻഗ്രീഡിയന്റ് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലുമിനയുടെ പെർസെൻറ്റേജ് ആണ്. അലുമിനയുടെ പെർസെൻറ്റേജ് 20 to 30%. ഫംഗ്ഷൻ ഓഫ് അബ്സോർബ് വാട്ടർ ആൻഡ് ഇംപാർട്സ് പ്ലാസ്റ്റിസിറ്റി ടു ക്ലേ. അതായത് നമ്മൾ ബ്രിക്ക് മാനുഫാക്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്ലേക്ക് പ്ലാസ്റ്റിസിറ്റി എന്നുള്ള ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്നത് ഏതാണ്? അലുമിനിയാണ്. അപ്പം ആ പ്ലാസ്റ്റിസിറ്റി എന്നുള്ള പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈസിലി അത് മോൾഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ബ്രിക്ക് മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ സഹായിക്കുന്ന പ്ലാസ്റ്റിസിറ്റി എന്നുള്ള ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്ന ഇൻഗ്രീഡിയന്റ് ആണ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് ആണ് അലുമിനിയം. അലുമിനിയം കൂടിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അലുമിനിയം കൂടിക്കഴിഞ്ഞാൽ ഇത് ഷ്രിങ്ക് വാർപ്പ് ചെയ്യും. അതായത് നമ്മൾ ഡ്രൈയിങ്ങിലും അല്ലെങ്കിൽ ബേണിങ്, അപ്പോൾ നമ്മൾ ബ്രിക്ക് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തൊരു പ്രോസസ്സാണ്, അത് നമ്മൾ ഡ്രൈ ചെയ്തിട്ടാണ് ബേൺ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സിന്റെ സമയത്ത് അത് ഷ്രിങ്ക് ചെയ്യാനും അല്ലെങ്കിൽ വാർപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അലുമിനിയം കൂടുതലാണ്. ഇനി അടുത്ത കോൺസെപ്റ്റ് നമുക്ക് നോക്കാം. അടുത്ത ബ്രിക്കിന്റെ മേജർ കോൺസ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത് ഓക്സൈഡ്സ് ഓഫ് അയൺ ആണ്. അതിന്റെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 5 to 6% ആയിരിക്കും. അതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ഇംപാർട്സ് കളർ. അപ്പോൾ ബ്രിക്കിന് ഫംഗ്ഷൻ കൊടുക്കുന്ന ഏതാണ്? ഓക്സൈഡ്സ് ഓഫ് അയൺ. അയണിന്റെ ഓക്സൈഡ്സ് ആണ് ബ്രിക്കിന് കളർ കൊടുക്കുന്നത്. ഇനിയോ ഇറ്റ് ഹെൽപ്സ് ടു ഫ്യൂസ് ദ ലൈം ആൻഡ് സാൻഡ് ഡ്യൂറിംഗ് ബേണിംഗ്. അല്ലെങ്കിൽ ബേണിംഗിന്റെ സമയത്ത് സാൻഡും ലൈമും തമ്മിൽ ഫ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ബൈൻഡ് പാർട്ടിക്കിൾസ് ടു ഗിവ് ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത്. അപ്പോൾ ബ്രിക്കിന്റെ കോൺസ്റ്റിറ്റ്യൂൻസ് നമുക്കറിയാം. ആ കോൺസ്റ്റിറ്റ്യൂൻസിന്റെ എല്ലാം കൂടി ഒരുമിച്ച് നിർത്തി അല്ലെങ്കിൽ ഒന്നിച്ചെന്നാൽ മാത്രമേ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക യൂണിഫോമിറ്റി, ആ ഒരു ഹാർഡ്നെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ബൈൻഡിങ് പ്രോപ്പർട്ടി കൊടുക്കുന്നത് ഏതാണ്? ഓക്സൈഡ്സ് ഓഫ് അയൺ ആണ്. ഇനി എഫക്ട് ഓഫ് എക്സസ് ആണെന്നുണ്ടല്ലോ നമ്മൾ പറഞ്ഞു ബ്രിക്കിന് കളർ കൊടുക്കുന്നത് ഏതാണ്? ഓക്സൈഡ്സ് ഓഫ് അയൺ. അപ്പോൾ എക്സസ് ആയി കഴിഞ്ഞാൽ അതിന്റെ കുഴപ്പം എന്തായിരിക്കും? ബ്രിക്കിന് കളർ ഒരു എന്തായിരിക്കും? ഡാർക്ക് ബ്ലൂ കളറിലേക്ക് ബ്രിക്ക് മാറും. അപ്പോൾ എക്സസ് ആയിക്കഴിഞ്ഞാലുള്ള കുഴപ്പം ബ്രിക്ക് ബിക്കംസ് ഡാർക്ക് ബ്ലൂ. അടുത്ത കോൺസ്റ്റിറ്റ്യൂന്റ് നമുക്ക് നോക്കാം. മഗ്നീഷ്യം പെർസെൻറ്റേജ് 1%. ഫംഗ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഷ്രിങ്കേജ് കുറയ്ക്കുന്നു, ഡിക്രീസ് ഷ്രിങ്കേജ്, പിന്നെ ഗീവ്സ് യെല്ലോ ടിന്റ് ടു ബ്രിക്ക്. അപ്പോൾ ബ്രിക്കിന് ഒരു യെല്ലോ ടിന്റ്, ഒരു യെല്ലോയിഷ് കളർ ഉണ്ടായിരുന്നു, ചെറിയൊരു ടിന്റ് ഉണ്ടായിരുന്നു. ആ ഇത് കൊടുക്കുന്ന ഏതാണ്? നമ്മുടെ മഗ്നീഷ്യം.
ഇനി ഇഫക്റ്റ് ഓഫ് എക്സസ് ആയി കഴിഞ്ഞാൽ ബ്രിക്ക് ലീക്ക് ആയി പോകാൻ വേണ്ടി ബ്രിക്കിന്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ബ്രിക്ക് ഉപയോഗിച്ച് വാങ്ങാൻ വേണ്ടി ലീക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അത് കാരണമാകും. അപ്പോൾ ഇതാണ് മേജർ കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മേജർ കോൺസ്റ്റിറ്റ്യൂൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചത് ഫസ്റ്റ് പഠിച്ചു സിലിക്ക എന്ന് പറഞ്ഞാൽ 50 to 60% ആയിരിക്കും. അലുമിന 80 to 30% ആണെന്ന് പറഞ്ഞു. ഇനി അടുത്തതാണെന്നുണ്ടെങ്കിൽ ഓക്സൈഡ്സ് ഓഫ് അയൺ പെർസെൻറ്റേജ് 5 to 6% ആണ്. അടുത്തത് മഗ്നീഷ്യം about 1%. അതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അടുത്ത നമ്മൾ ബ്രിക്കിന്റെ ഇമ്പോർട്ടന്റ് ടെക്നിക്കൽ ടൈംസ് നോക്കാം. ബ്രിക്കിന്റെ ഇമ്പോർട്ടന്റ് ടെക്നിക്കൽ ടൈംസ് എന്ന് പറയുന്നത് ഫ്രോഗ്, ഹെഡർ, സ്ട്രക്ചർ, കോഴ്സ് ഇതൊക്കെയാണ് ബ്രിക്കിനകത്ത് നമ്മൾ ബ്രിക്ക് മേസണിൽ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്നിക്കൽ ടൈംസ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒക്കെ നോക്കാം. ഫ്രോഗ് എന്താണ്? ഫ്രോഗ് ഇറ്റ് ഈസ് ആൻ ഇൻഡന്റേഷൻ ഓർ ഡിപ്രഷൻ ഓൺ ടോപ്പ് ഫേസ് ഓഫ് ബ്രിക്ക് മെയ്ഡ് വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് ഫോമിംഗ് എ കീ ഫോർ ദ നോക്കാം. അപ്പോൾ നമ്മൾ ബ്രിക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ബ്രിക്കിന്റെ മേലൊരു മോസ്റ്റ് ഓഫ് ദ ടൈം ആ ഒരു ഇൻഡന്റേഷൻ ഡിപ്രഷൻ എന്ന് പറയുന്നത് ആ മാനുഫാക്ചറുടെ നെയിം ആയിരിക്കും ചിലപ്പോൾ അതിൽ ഇൻവെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഇൻഡന്റേഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ ആ ബ്രിക്കിന്റെ മേൽ കൊടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ മോട്ടാർ ജോയിന്റിനായിട്ട് ഒരു കീ. അപ്പോൾ ഒരു രണ്ട് ബ്രിക്ക് നമ്മൾ എന്താ പറയുക ബിൽഡ് ചെയ്യുമ്പോഴത്തേക്കും ആ മോട്ടാർ നമ്മൾ ഇതിന്റെ ഇടയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. മോട്ടാർ ജോയിന്റിനുള്ളൊരു കീ ആയിട്ട് ഈ രണ്ട് ബിൽഡിംഗ് യൂണിറ്റ്സിന്റെ കീ ആയിട്ട് ഈ ഒരു ഇൻഡന്റേഷൻ പ്രവർത്തിക്കും. അടുത്തത് ഹെഡ് അല്ലെങ്കിൽ ഹെഡർ. ഹെഡർ ഹെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ brick or stone which lies at its greatest length at right angles to the face of the earth. അപ്പോൾ നമ്മളൊരു ബ്രിക്ക് എടുക്കുകയാണ്. ബ്രിക്കിന്റെ ഇങ്ങനെ നമ്മൾ എന്താ പറയുക ആ ഷോർട്ടസ്റ്റ് സൈഡ് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പെർപെൻഡിക്കുലർ ആയിട്ട് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷോർട്ടസ്റ്റ് സൈഡിന്റെ ഈ പറയുന്ന പീസ് എന്ന് പറയുന്നതാണ് ഹെഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോങ്സ്റ്റ് സൈഡ് ലോങ്സ്റ്റ് സൈഡ് എന്ന് പറയുന്നത് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഹെഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ brick or stone which lies at its greatest length at right angles to the face of the earth. Structure എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ brick or stone which lies at its longest and parallel to the face of the earth. നമ്മൾ ഒരു ബ്രിക്ക് നോക്കുകയാണെങ്കിൽ ഇതിനാണ് ഹെഡർ എന്ന് പറയുന്നത്. ഈ ലോങ്സ്റ്റ് സൈഡാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി കോഴ്സ് ഈസ് എ ഹൊറിസോണ്ടൽ ലെയർ ഓഫ് ബ്രിക്ക് സ്റ്റോൺസ്. അപ്പോൾ നമ്മളൊരു ഹൊറിസോണ്ടൽ ലെയർ പണിയാണ് ബ്രിക്ക് ബിൽഡിംഗ് വെച്ചിട്ട്